പ്രിയ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ആദ്യം ബ്രഷ് ചെയ്യും. അതിനുശേഷമാണ് കാപ്പിപൊടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി സാധാരണ തിരഞ്ഞെടുക്കുന്ന പേസ്റ്റുകളിലൊന്നാണ് ഈ കോൾഗേറ്റ്, അതുപോലെ ക്ലോസപ്പ്, അങ്ങനെയുള്ള ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട പേസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്തൊക്കെ ഇവർ പറയുന്ന, കമ്പനിക്കാർ പറയുന്ന ഒരുപാട് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഞാൻ ഉമ്മിക്കിരി കൊണ്ട് പല്ല് തേച്ചിട്ടുണ്ട്, നമ്മുടെ മാവില കൊണ്ട് പല്ല് തേച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരോട് ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഇപ്പം എല്ലാവരും ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര പ്രോട്ടീനാണെന്നാണ് അവർ പറയുന്നത്. പല്ലിനൊക്കെ ഏറെക്കുറെ ഒരു 10, 20, 25 വയസ്സ് കഴിയുമ്പോൾ തൊട്ടേ പിള്ളേരുടെ പല്ലുവേദന തുടങ്ങും. ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്നുള്ളതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു തെളിവാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗുജറാത്തിലൊക്കെ പല കമ്പനികളിൽ റെയ്ഡ് നടന്നപ്പോൾ പിടിച്ച ഒരു കാഴ്ച നിങ്ങളൊന്ന് കാണുക. ഡൽഹിയിൽ കോൾഗേറ്റ്, ക്ലോസപ്പ് വ്യാജ ടൂത്ത് പേസ്റ്റുകളുടെ വലിയ ശേഖരം പിടികൂടി. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഗുജറാത്തിൽ നിന്നും സമാനമായ രീതിയിൽ വ്യാജ ടൂത്ത് പേസ്റ്റുകൾ പിടിച്ചെടുത്തത് വാർത്തയായിരുന്നു. ഇതിപ്പോൾ ഡൽഹിയിൽ നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ശരത്ലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരത്ലാൽ, ഇതിപ്പോൾ ഈ കോൾഗേറ്റ് ഒക്കെ മേടിച്ച് പല്ല് തേക്കുമ്പോൾ 2 വട്ടം ആലോചിക്കണം. ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതും മനസ്സിലാവുന്നില്ല. ഇത് ഗുജറാത്തിൽ നിന്ന് വ്യാജ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റുകൾ പിടിച്ചെടുത്തു, ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പിടിച്ചെടുക്കുന്നു. കോൾഗേറ്റ് തന്നെ ഇതിനൊരു പരിഹാരവും ഉണ്ടാക്കേണ്ട അവസ്ഥയാണല്ലേ? അതേ കർഷകന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ പല്ല് തേക്കുന്ന അല്ലെങ്കിൽ കടകളിൽ പോയി വാങ്ങുന്ന കോൾഗേറ്റോ ക്ലോസപ്പോ മറ്റ് ടൂത്ത് പേസ്റ്റുകളോ ഒറിജിനലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല. കാരണം ബറൂണിയിലെ ഒരു ഗോഡൌണിൽ നിന്നാണ് ഈ വൻ ശേഖരങ്ങൾ പിടിച്ചെടുത്തത്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിർമ്മിക്കപ്പെടുന്നത് ഗുജറാത്തിലാണെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. അതേപോലെ ഔറംഗാബാദിൽ നിന്നും നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ എത്തുന്നത് എന്നാണ്. ഇതൊരു വലിയ റാക്കറ്റാണ് എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലടക്കം ഇതിന്റെ ണ്ടെന്നും ഡൽഹി പോലീസ് പറയുന്നു. എന്നാൽ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കും എന്നാണ് ഇപ്പോൾ ഡൽഹി കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കോൾഗേറ്റിന്റെയും മറ്റും ഉടമസ്ഥരായ യൂണിലിവറും ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട രംഗത്ത് വന്നിട്ടുണ്ട്. വ്യാജമായ തിരിച്ചറിവ് റെയ്ഡുകൾ നടത്തണമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഈ കമ്പനി ഇപ്പോൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നതാണ് ഇതിന്റെ സിംഹഭാവവും സാധാരണ കടകളിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. കടകളിലെ പരിശോധന തുടരുന്നുണ്ട്. ഏതൊക്കെ കടകളിൽ, ഏതൊക്കെ സൂപ്പർ മാർക്കറ്റുകൾ ഇവർ ബറൂണിയിലെ ഈ സംഘം കോൾഗേറ്റുകളും ക്ലോസപ്പും അതേപോലെ മറ്റു വസ്തുക്കളും സോപ്പടക്കമുള്ള വ്യാജ വസ്തുക്കളും വിറ്റു അല്ലെങ്കിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം. വളരെ രസകരമായ സാധനം, സാധാരണ കോൾഗേറ്റ് വിലയെക്കാട്ടും 75% വില കുറച്ചാണ് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്, വ്യാപാരികൾക്ക് കൈമാറുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഒറ്റ നോട്ടത്തിൽ ഇത് തിരിച്ചറിയാൻ കോൾഗേറ്റ് കമ്പനിക്ക് പോലും കഴിയുമെന്ന് തോന്നുന്നില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും നല്ല രീതിയിലാണ് ഈ പാക്കിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏതായാലും ഇത് വൻ റാക്കറ്റാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം ഡൽഹി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിങ്ങൾ കേട്ടല്ലോ, ഇതുണ്ടാക്കിയ കമ്പനിയാണ് യൂണിലിവർ എന്ന് പറഞ്ഞ കമ്പനി. ആ കമ്പനിക്ക് പോലും ഈ വ്യാജനെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത്രയ്ക്കും വിദഗ്ധമായിട്ടാണ് ഇവർ ഈ സാധനം നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തോട്ട് ധാരാളം കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് നാളത്തേന് നിങ്ങളൊന്ന് കരുതുന്നത് നല്ലതാണ്. മറ്റുള്ള ആയുർവേദ പേസ്റ്റുകളോ മറ്റുള്ള ഈ ഡാബറിൻ്റെയോ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ നല്ലതായിരിക്കും. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ.